അപ്പോൾ നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്ന് അൻസിരുന്ന അതേ സീറ്റിൽ ഹോട്ട് സീറ്റിൽ അടുത്ത ആൾ വന്നിരിക്കുന്നു ശ്രീദേവി. വെൽക്കം ടു അവർ ചാനൽ. ശ്രീദേവി പരിചയം അറിയത്തില്ലാത്തവർക്ക് ശ്രീദേവി മൃദുലയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, കളിക്കൂട്ടുകാരാണ്. കുഞ്ഞുനാൾ തൊട്ട് മണ്ണപ്പം അതൊന്നും ചുട്ടിട്ടില്ലല്ലേ? അത്രയും ചുട്ടിട്ടില്ലല്ലേ? അങ്ങോട്ട് അത്രയും പോയിട്ടില്ല. 7ാം ക്ലാസ് തൊട്ട്. ശ്രീദേവി ഭയങ്കര സൗണ്ട് കുറവാണ്. ശ്രീദേവി സംസാരിക്കുന്നതേ അടുത്തിരുന്നാൽ തന്നെ കേൾക്കത്തില്ല. ശ്രീദേവി ഉറക്കെ. അപ്പോ നിങ്ങൾ കണ്ടതുപോലെ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇമ്പോസ്റ്റർ ചലഞ്ച് ആണ്. അതെ, ഇമ്പോസ്റ്റർ ചലഞ്ചിന് വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ അന്ന് ചെയ്തത് കുറെ റാൻഡമായിട്ട് കുറെ ഐറ്റംസ് പിക്ക് ചെയ്തിട്ടായിരുന്നു. മീൻസ് എല്ലാം കാറ്, പല കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫുഡിലായിരിക്കും ഗൈസ്. എടുത്തിരിക്കുന്ന 10 ഐറ്റംസും ഫുഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോ ഇത് ഒരാളാണ് എഴുതിയത്. അതെ, നമ്മളല്ല, വേറൊരാളാ എഴുതിയത്. അപ്പം മൃദുലേ, നീ പരിചയപ്പെടുത്ത കൂട്ടുകാരിയെ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അറിയാം. ഞാൻ കുറെ വീഡിയോയിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്തുവാ. നമ്മള് ഡിഗ്രിക്ക് വേറെ, അവള് മാത്സ്, ഞാൻ ബയോളജി ആയിരുന്നു. ഹിസ്റ്ററി ചോദിച്ചില്ലല്ലോ. അതിവിടെ ആരെങ്കിലും ചോദിച്ചാ? അത് മാത്രല്ല, എല്ലാവർക്കും അറിയാം, ഞാനും ഏട്ടനും കൂടെ ഏറ്റവും കൂടുതൽ വഴക്കിടുമ്പോ എന്റെ ഒരു കംഫോർട്ട് സോൺ അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന് ഞാൻ ഓടിച്ചില്ലെന്ന് അവളുടെ അടുത്താ. അതിൽ എന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ കൂടുതലും വിളിച്ച് സംസാരിക്കുന്ന അവളുടെ നീ എന്റെ ചാരിറ്റിയായിരുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇതാണ്. അപ്പം എന്തായാലും നമുക്ക് ഗെയിം അറിയാലോ, സംഭവം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം ഇതിപ്പോ ഇൻസ്റ്റാഗ്രാമിലും ട്രെൻഡിങ് ആയിട്ട്, എല്ലാ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചലഞ്ചാണ്. അതെ, അപ്പൊ തുടങ്ങാം ശ്രീദേവി, തുടങ്ങല്ലേ? ആരംഭിക്കലാമാ? പഴയ പേരില്ലേ? ശ്രീദേവി നല്ല പേരല്ലേ? ആരാ പേരിട്ട്? അതുപോലെ നറുക്കിട്ടെടുക്കാൻ നമുക്ക്. അപ്പൊ ഞാൻ ഇടുവാണ്, ഷഫിൾ ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണം എടുത്തോണം കേട്ടോ. റെഡി? 1 2 3. ഊർജം കാണിക്കൂ പെൺകുട്ടി, ചാടി പറിച്ചെടുക്കൂ. എവിടെ അടുത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല. ഗെയിമിൽ ഇന്നായ പിന്നെ ഇതാണ്. അപ്പം ആര് സൈഡിൽ നിന്ന് തുടങ്ങണം? ശ്രീദേവി അല്ലേ, അവള് ആദ്യം തുടങ്ങട്ടെ. വെള്ളം. ഓക്കേ. സ്പൈസി ആണ്, അതാണ് പറഞ്ഞത്. റെഡ്. ഓക്കേ. നീയാ അടുത്ത? നീയാ? നീയാ. സോൾട്ട്. പെപ്പർ. ഒണിയൻ. നീ അല്ല ശ്രീദേവി. ഞാൻ പറയുന്നില്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കാം ആരാണത്. ഓ, അപ്പൊ നീ അല്ലേ അത്? എടേ, ഞാൻ കഴിഞ്ഞ ഗെയിമില് ഞാൻ പറഞ്ഞു, എന്റെ എക്സ്പ്രഷൻ വെച്ച് നീ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യില്ല. വെറും കള്ളനായിപ്പം എന്റെ കൂടെ ജീവിച്ച് വെറും കള്ളത്തരം. ഓവർ കോൺഫിഡൻസ് കള്ളത്തരം കാണിക്കുക. സ്ലോ കുക്ക്. എന്താടി ഫാസ്റ്റ് കുക്ക് ചെയ്ത? ഓക്കെ, സ്ലോ കുക്ക്. ഹെൽത്തി. ഗാർലിക്. യുവർ ടേൺ. നമുക്കൊരു 3-4 റൗണ്ട് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യല്ലേ? ഒരു റൗണ്ട് കൂടി പോട്ടെ അല്ലേ ഗൈസ്? സമയമുണ്ടല്ലോ. ഗെയിമിൽ ഇന്നായ പിന്നെ ഭയങ്കര വൈബാ. ഓയിൽ. ഓക്കെ. പ്രോട്ടീൻ. ചിക്കൻ. അപ്പൊ നമുക്ക് ഗസ് ചെയ്യാം. 1 2 3 ഗോ. ഞാൻ ശ്രീദേവി പറഞ്ഞു. നീ ആരെ പറഞ്ഞു? സൂപ്പർ. എന്തോ നിന്റെ തുറന്നു നിന്ന്? സൂപ്പ്. നീ ആയിരുന്നോ? എടാ, നിങ്ങൾ സ്പൈസി വാട്ടറും ഒക്കെ പറഞ്ഞില്ലേ, ഞാൻ അത് വെച്ചൊക്കെ കണ്ടുപിടിച്ച് സെറ്റ് ചെയ്താക്കി ചുമ്മാ അങ്ങ് പറഞ്ഞതാ. നീ പ്രോട്ടീൻ പറഞ്ഞ, എന്നാ പിന്നെ ചിക്കൻ പ്രോട്ടീൻ ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞതാ ഞാൻ. ഇടയ്ക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞു എനിക്ക് അങ്ങോട്ട്. അപ്പൊ ഞാൻ സ്ലോ കുക്ക് പറഞ്ഞ്, അപ്പൊ ഞാൻ വിചാരിച്ചു അത് ശരിയായിരുന്നില്ലേ? നീ അടുത്തിരുന്ന കള്ളിയെ തിരിച്ചറിഞ്ഞില്ലേ? എടി കാട്ടുകള്ളി, നീ ആയിരുന്നില്ലേ? അതെ. അപ്പൊ ഒരു പോയിന്റ് നമ്മള് മൃദുലേക്ക് കൊടുക്കണമല്ലേ? കൊടുക്കണം. അല്ല, അവള് നിനക്ക് ഒരു പോയിന്റ് ഇല്ല, എനിക്ക് പോയിന്റ് ഇല്ല. ഇതിനകത്ത് പോയിന്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ? അവള് കറക്റ്റ് പറഞ്ഞു, അപ്പൊ അവക്കൊരു പോയിന്റ് കൊടുക്കാം. നീ എസ്കേപ്പ് ആയി, അത് വേണ്ട. പറഞ്ഞല്ലോ, പറഞ്ഞാക്ക് മാത്രം മതി. അപ്പൊ നിനക്കൊരു പോയിന്റ്. കറക്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാർക്ക് ഓരോരോ പോയിന്റ് വെച്ച് നമുക്ക് കൊടുക്കാം. ഓക്കേ. നീ ബ്രില്യന്റ്. നീ എന്നെയാണോ ചൂണ്ടിന്ന് എനിക്ക് സംശയം. എവളാ ചൂണ്ടിയത്? എങ്ങനെ എന്നെയെന്ന് മനസ്സിലായി? നീ അണ്ണ ഹെൽത്തി പറയുമ്പോഴത്തേനെ ഹെൽത്തി എന്താണെന്ന് ചിന്തിച്ചില്ലേ? അപ്പൊ ഇതൊന്നും നീ ആയിരിക്കും. ഓ, ഓക്കേ ഗൈസ്, നമുക്ക് ഞാൻ എനിക്ക് ടഫായിരുന്നു കേട്ടോ ഇവർ അത് ഇച്ചിരി കണ്ടുപിടിക്കാൻ.
ഞാൻ അഥവാ സ്വീറ്റ് എന്നെല്ലാം പറഞ്ഞ് തീർന്നു. നമുക്ക് അടുത്തതിലോട്ട് പോണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ശ്രീദേവി എടുക്കട്ടെ. അല്ല, ഒരു മിനിറ്റ്, നീ ഞങ്ങളെ ഒരുപോലൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി. അയ്യോ, അത് ഞാൻ പറഞ്ഞില്ല. അയ്യോ, ഞാൻ സത്യത്തിൽ നിങ്ങളെ അത് പറയണോന്ന് വിചാരിച്ചു. നല്ല സുന്ദര കുട്ടികളായിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരെ എവിടെന്നാ വാങ്ങിച്ചത്? ഇത് ആക്സിഡന്റലി ചേട്ടാ താണ്ടെ ഞാൻ പറഞ്ഞത് മൃദുലയുടെ ഡ്രസ് അല്ലേ? അല്ല, ശ്രീദേവി ഡ്രസ്സാണ്. രണ്ടുപേരും ഒരേ കണക്ക് വന്നിരിക്കുന്നത്. ഞാൻ തലയൊക്കെ ഒരുപോലെ കിട്ടി, കമ്മലൊക്കെ ഒരുപോലെ ഇട്ട്, മുടി വരെ. നിങ്ങളെ ഡീറ്റെയിലിംഗ് ചിന്തിക്കണം. നൈസ് ആയിട്ടുണ്ട്. അടുത്ത ശ്രീദേവി എടുത്ത് ചോദിച്ചു വാങ്ങിച്ചു കേട്ടോ. സെക്കൻഡ് റൗണ്ട്. ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരുടെ പേര് പറയുന്നത് കേട്ടോ. ടേസ്റ്റ് ഗുഡ്. ഓക്കെ, ചിക്കൻ ഹെൽത്തി. ഫാസ്റ്റ് ഫുഡ്. ടൊമാറ്റോ. ഓയിൽ. സർക്കിൾ. യു മീൻ റൗണ്ട്? പറടി. സംടൈംസ് സ്പൈസി. ഷെഫിന്റെ കൈ തട്ടി മുളക് അതാ കൂടിയതാ. ഈ സംടൈംസ് അവൾ ഇറക്കിയതാ കേട്ടോ. അൻസി. ഇവളീ ചിരിച്ചിട്ടേ നമ്മളെ വെറുതെ ഇതാക്കാനുള്ള പരിപാടിയാ. വിശ്വസിക്കരുത്, ചിരികളിൽ വിശ്വസിക്കരുത്. സ്മോൾ. എനിക്ക് തോന്നുന്നു മതിയായിരിക്കും ഇല്ലേ? നീ പറഞ്ഞാ ഒരു റൗണ്ട് കൂടി പോവാ. അവിടെ തന്നെ തുടങ്ങിയത്. അപ്പൊ ഏട്ടനാ തുടങ്ങിയ. ഞാൻ തുടങ്ങിയ. അപ്പൊ ഞാനോട് പറഞ്ഞ് അവസാനിപ്പിക്കണോ? അല്ല, പിന്നെ ഞാൻ ശ്രീദേവി പറഞ്ഞ അവസാനിപ്പിക്കണം. അപ്പൊ ഒരു റൗണ്ട് കൂടി പോണം. ചീസ് സ്ലൈസസ്. മല്ലിച്ചപ്പ്. അതെന്തുവാ? അതെനിക്ക് മനസ്സിലായില്ല. മല്ലിച്ചപ്പന്ന് മല്ലിയല. ഞാൻ അതാദ്യമായിട്ട് കേട്ടോ. മല്ലിച്ചപ്പെന്ന് പറയാ, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇമ്പോസ്റ്റർ. 2, 3, 1. മല്ലിച്ചപ്പ്. ഹെൽത്തി. ഇത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ മറ്റേ നഗറ്റ്സ് അല്ല, ക്ലൂ തരാം. റൗണ്ട് പറഞ്ഞു, ഫാസ്റ്റ് ഫുഡ് പറഞ്ഞു, ചീസ് പറഞ്ഞു, ബർഗർ അല്ല, സ്ലൈസസ് പറഞ്ഞു, അല്ല, പിസ്സ. കഴിച്ചിട്ടില്ല. നമ്മൾ വാങ്ങിച്ചു തരാം ഇല്ലേട്ടാ. കഴിച്ചിട്ടില്ല. നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. നീ ഇമ്പോസ്റ്റർ ഗസ് ചെയ്യാൻ നേരം എന്ത് പറഞ്ഞേ? 2, 3, 1. നിന്നെ ആരെ കണക്ക് പഠിപ്പിച്ചേ? നീ കഴിഞ്ഞ വീഡിയോയിൽ നീ ഇത് പറഞ്ഞിട്ട് കുറെ കമന്റ് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് നീ പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചു. 2, 1 എന്നല്ലേ? 2, 3, 1. 1, 2, 3 അല്ലെങ്കിൽ 3, 2, 1. ഇത് 2, 3, 1. ഒരു വെറൈറ്റി. അപ്പൊ അടുത്തത് മൃദുല. അപ്പൊ ഇതില് ഇമ്പോസ്റ്റർ നമ്മൾ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഓരോ പോയിന്റ് ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒരു പോയിന്റ്. പോയിന്റ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 3 പേർക്ക് ഓരോ പോയിന്റ് വെച്ച്. യെസ്. ഓക്കേ. തേർഡ് റൗണ്ട്. ഓക്കെ, ഇതിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഞാനല്ലേ? ഓക്കെ, വാട്ടർ. ശ്രീദേവിയോ? ഇങ്ങനെ പോകുന്നേ. ഓക്കെ, അപ്പൊ ശ്രീദേവി പറഞ്ഞു മിനറൽസ് എന്ന് പറയടി. സ്പൈസി. സോൾട്ട്. ഒണിയൻ. ടൊമാറ്റോ. ഓക്കെ, പറ അങ്ങോട്ട്. സ്പൈസി. അതവള് പറഞ്ഞു. കോപ്പി അടിക്കുന്ന ആണോ? പണ്ടേ കോപ്പി അടിച്ച ശീലം അടുത്തിരിക്കുന്നവരുടെ. എന്തോ ശ്രീദേവി. സോൾട്ടും പറഞ്ഞില്ലേ? പറഞ്ഞു. മിനറൽസ്. എടാ, ഇത് ഫുഡിന്റെയാ. ഫുഡിൽ മിനറൽസ് ഇല്ലേ? ശരി, ഏത് മിനറൽസാ അത് പറ. മിനറൽസ് ഉണ്ടോ? വെള്ളം വന്നാണ് മിനറൽസ് ഇല്ലേ? ആന്തര. ശരി, തർക്കിക്കാൻ ഞാനില്ല. ഇനി ഞാനാണോ അടുത്ത? പച്ചമുളക്. ഗ്രീൻ ചില്ലി. വെളുത്തുള്ളി. ഫെർമെന്റഡ്. ഓക്കെ, കഴിഞ്ഞില്ലേ? ഞാനാ തുടങ്ങി പേട്ടനായപ്പോ കഴിഞ്ഞില്ല. അത് മതി. അപ്പൊ ഇമ്പോസ്റ്റർ ഗസ് ചെയ്യാം. 3, 2,
1. ഫുഡ് എന്തുവെന്ന് പറ, മനസ്സിലായോ? ഈ കഴിഞ്ഞതിനെക്കാട്ടി കുറച്ച് ടഫാന്ന് തോന്നുന്നു. ഇമ്പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഫുഡായിട്ട് കുറച്ച് ടഫായിരിക്കും. പഴങ്കഞ്ഞി, ടൊമാറ്റോ, വെളുത്തുള്ളി, നീ വേറെ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ? എടുക്ക കുട്ടിയെ. അപ്പോ നമുക്ക് 2 മാർക്ക് ചെയ്തേ, അവക്കൊരു മാർക്ക്. ഓക്കെ, ഇനി ശ്രീദേവി. അല്ല ഞാനല്ലോ, അല്ല അവിടെ അടുത്ത് ഇനി കറങ്ങിയ. ഓ ആദ്യം നീയാണ് എടുത്തത്. ആരാ തുടങ്ങുന്നേ? ഞാനല്ലേ ഇപ്പൊ തുടങ്ങി. ഇനി ശ്രീദേവിയെ തുടങ്ങണ്ടേ. സ്പൈസി. ഓക്കെ. സ്വീറ്റ്. റൈസ്. മൈക്ക് വെച്ച കുത്തിന്റെ. അയ്യോ, ഞാൻ മൈക്കില്ലാതാണ് സംസാരിക്കുന്നത്. ഒന്നി കുത്ത് അല്ലെങ്കിൽ അവിടെ വെക്ക്. ആരാ? ശ്രീദേവി പറഞ്ഞോ? ഇല്ല, അവള് പറഞ്ഞില്ല. അവളെ ആലോചനയല്ല, ഇടി കിട്ടുന്നു. ഇവിടെ മഴ എത്ര നേരം കൊണ്ട് മഴ പെയ്യുന്നു? എത്ര നാളെ ഇവിടെ മഴ പെയ്തിട്ട്. എന്താ കുട്ടിയെ, കുട്ടിക്ക് എന്ത് പറ്റി? ഫുഡ് ആയതുകൊണ്ട് ഇച്ചിരി ടഫാ. എന്തും പറയാലോ, എന്ത് വേണം പറയാലോ. നമ്മളെല്ലാം ഉടായ്പ വായി തോന്നുന്ന എന്ത് വേണം പറഞ്ഞോ. എന്ത് ലൂപ്പ് ഹോളുകൾ നമ്മളത് കണ്ടുപിടിച്ച് വേണം. കറിവേപ്പില. അതാവുമ്പോ എല്ലാത്തിലും ഇടാലോ അല്ലേ? കറിവേപ്പില. സോൾട്ട്. ആര് പറഞ്ഞു? പറഞ്ഞില്ല. സോൾട്ട് പറഞ്ഞു. സോൾട്ട് പറഞ്ഞില്ല. ഇല്ല. പൊട്ടറ്റോ. പൊട്ടറ്റോ. അടുത്ത ഞാൻ. അടുക്കളയിലുള്ള സാധനങ്ങളുടെ പേരങ്ങ് പറഞ്ഞാ മഞ്ഞപ്പൊടി. എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിട്ടോ. ഞാനല്ലേ പറയണ്ടേ? വെജിറ്റബിൾസ്. ഇനി ആരും ഒണിയനും ഗാർലിക്കും പറഞ്ഞു വരരുത്. ഞാൻ ഇവിടെ വെജിറ്റബിൾസ് പറഞ്ഞിട്ടുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞത് പറയാൻ പാടില്ലല്ലോ. ഞാനല്ലേ? പരിപ്പ്. നിർത്താം. നിർത്താം. ഇപ്പം ഗസ് ദ ഇമ്പോസ്റ്റർ. 1, 2, 3 ഗോ. ഈ സൈഡിൽ ഇരിക്കുന്നവർക്ക് എന്തോ ശാപം ഉണ്ട് കേട്ടോ. എനിക്ക് ഒരു വട്ടം പോലും ഇമ്പോസ്റ്റർ ഇട്ടിട്ടില്ല. ഇല്ലല്ലേ? എനിക്ക് ഒരു വട്ടം അപ്പൊ അടുത്ത നിനക്കായിരിക്കും. അതങ്ങനെ അങ്ങനെ പറഞ്ഞ അടുത്ത് കിട്ടും. സദ്യ. സദ്യ അതെല്ലാം വരുമായിരുന്നു. അതെല്ലാം എന്ത് വേണേലും പറയായിരുന്നല്ലോ. ശരി, അടുത്ത നമുക്ക് 3 മാർക്ക്. ആദ്യം ഇത് ശരവറുണ്ട്. ആദ്യം അവള് തന്നെ എടുക്കട്ടെ കേട്ടോ. അവൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കും. കാരണം അവൾക്ക് ഇമ്പോസ്റ്റർ ഒന്ന് മൊത്തം ആ പെങ്കൊച്ചു പാവം. അതിന് അവള് തുടങ്ങുകയും ചെയ്ത്. മൃദുല തുടങ്ങും. ചിക്കൻ. പ്രോട്ടീൻ. അവളാ ഇങ്ങനല്ലേ പോകുന്നേ. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു പോയി. ഇനിയിപ്പോ അവള് പറയട്ടെ. വീറ്റ്. അല്ല പറഞ്ഞല്ലോ പ്രോട്ടീൻ. വീറ്റ് മനസ്സിലായില്ലേ? ഗോതമ്പ്. സോൾട്ട്. നീ പറയട്ടോ. ചില്ലി. പൊട്ടറ്റോ. റോൾ. വെജിറ്റബിൾസ്. ഓക്കെ. അൺഹെൽത്തി. ശ്രീ. പെപ്സി. ജങ്ക് ഫുഡ്. മയണൈസ്. കഴിഞ്ഞോ? ഒരു റൗണ്ടോട് പോണോ? മതിയോ? ഓക്കെ. ഗസ് ചെയ്യാം. റെഡി? 1, 2, 3 ഗോ. നീല്ലേ ഇമ്പോസ്റ്റർ? എന്തോ ഫുഡ് മനസ്സിലായോ? എന്തോ റോളാ. റോള് സാൻഡ്വിച്ചോ ഷവർമയാണോ? മൈനസ് പറഞ്ഞ അതിലെങ്ങനെ വെജിറ്റബിൾസ് വരുന്നേ? ഷവർമ പൊട്ടറ്റോ അല്ല, പിന്നെ ക്യാബേജും എന്തൊക്കെ വരും. എന്തായാലും നീ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായി. നിനക്ക് എന്തുകൊണ്ട് എന്താന്ന് പറഞ്ഞു? അല്ല റൊട്ടി.
റൊട്ടിയിൽ ഓപ്ഷനാണത്. ആക്ച്വലി മൈദയാണ് കൂടുതലുള്ളത്. മയോണൈസ് ഓപ്ഷണൽ ആണല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ. ഉരുളണ്ട, നീ ഇമ്പോസ്റ്ററാ. ശരി 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 ശരി. അപ്പോ എനിക്ക് 4 മാർക്ക്, നിനക്ക് 1 മാർക്കേ ഉള്ളൂ, നിനക്ക് 3 മാർക്ക്. അപ്പൊ മൃദുല ഒരു പോയിന്റിന് മുമ്പിട്ട് നിൽക്കും. ഇനി അടുത്ത ഞാൻ എടുക്കാവേ. എത്ര റൗണ്ട് എന്ന് വെച്ചാ ഞാൻ ഇടാം. ആദ്യം ആരാ എടുക്കുന്നേ? അവളെടുക്കട്ടെ. ഓ ഓക്കെ, ലാസ്റ്റ് ഞാനാ തുടങ്ങി. ഇനി പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും തുടങ്ങും. ഞാൻ തുടങ്ങാല്ലേ? ഞാൻ തുടങ്ങണം. കലോറി ടേസ്റ്റി. നീ എടുക്കണ പിന്നെ പൊട്ടിക്കണോടി എനിക്ക്. അതിന് നിന്നെ കൊണ്ട് സാധിക്കത്തില്ലടാ. പൊടി നീ പോടാ, നീ പോടാ, നീ പോടാ. പറക്കളെ. അടിച്ചു പോയ എല്ലാവരും അടിച്ചു പോകും, ക്യാമറ ഉൾപ്പെടെ. ഓയിൽ ഇത്രയും നേരം തിങ്ക് ചെയ്തിട്ട് ഓയിൽ. ഓക്കെ, വീറ്റ്. വീറ്റ്. അല്ല, ആദ്യം ഏട്ടൻ തുടങ്ങിയല്ലോ. ഇനി ഞാനല്ലേ പറയണ്ടേ? തട്ടുകട. എന്തുണ്ടേലും അതിനെ മണ്ട ഇട്ടോളൂ കേട്ടോ. മനസ്സിലായില്ലേ? ഒന്നും ഇടാത്തപ്പോ ഇട്ടോളൂ കറിവേപ്പില. മനസ്സിലായില്ലേ? കറിവേപ്പില ഹെൽത്തിയാ. ഞാനല്ലേ അൺഹെൽത്തി. ആക്ഷൻ. പൊറോട്ട മനസ്സിലായി. അല്ല ഇങ്ങനെ ആക്ഷൻ ആണല്ലോ. ഞാൻ തട്ടുകട പറഞ്ഞപ്പോഴായിരിക്കും മനസ്സിലായത്. അല്ല, നീ കറിവേപ്പില. പൊറോട്ടക്കകത്ത് കറിവേപ്പിലയോ? കഷ്ടം, എനിക്ക് കഷ്ടം തോന്നി കൊച്ചിന്റെ അവസ്ഥ കണ്ടിട്ട്. 5-4 നിനക്ക്. ഒരു പോയിന്റ് ഞാനും മുതലേ കട്ടക്കട. നീ എടുത്തിട്ട് നീ കേട്ടോ. എന്നെയും കൂടെ വേണോ? ആര് തുടങ്ങണം? മൃദുല തുടങ്ങിക്കോ. അല്ല, ഞാൻ തുടങ്ങുന്ന പ്രശ്നമില്ല. ഹെൽത്തി. ഷുഗർ. റെഡ്. ശ്രീദേവി ഇപ്പൊ ലോട്ടറി തുടക്കാരിക്കാനല്ലേ. കറിവേപ്പില പറ. അതിന്റെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്, ഓയിൽ. ആക്ച്വലി ഫുഡ് ഭയങ്കര ടഫാട്ടോ. ചെയ്യാനാ ബ്രേക്ക്ഫാസ്റ്റ്. അമ്പൂട്ടൻ മീൻസ് അമ്പൂട്ടൻസ് ഫേവറേറ്റ്. ഇമ്പോസ്റ്റർ. ഗസ് ചെയ്യാം. 2, 3, 2, 1. ഒരു പാത്രത്തില് സ്ട്രോബറി എടുത്ത് തിന്നണല്ലേ നമ്മള്? എടി പാങ്കുച്ചിനകത്ത് ഇമ്പോസ്റ്റർ എടുത്തേ കഷ്ടം കേട്ടോ. ആ ഷാമ്പ് കൊണ്ടു തോന്നു കേട്ടോ. അപ്പൊ നിനക്ക് 6, എനിക്ക് 5. ഓക്കെ. എടാ, ഇതിപ്പോ 7ാമത്തെ കേട്ടോ. അല്ല, 8ാമത്തെ. 9, 10. 8ാമത്തെ റൗണ്ട് അല്ലേ? ഞാനല്ലേ ലാസ്റ്റ് തുടങ്ങി? വേറെ ആരെങ്കിലും തുടങ്ങി? അവിടെ ശ്രീത തുടങ്ങിക്കോ. എല്ലാത്തിലും ഇടുവല്ലേ? അങ്ങനെ ഷേക്കിൽ സോൾട്ട് ഇടുവോ? ഹെൽത്തി. പ്രോട്ടീൻ. അത് ശരിയാട്ടോ, അതൊരു ചെയിനാട്ടോ. അതൊരു ചെയിനാ, ആർക്കും പിടികൊടുക്കണ്ടാത്തൊരു ചെയിനാ. അടുത്ത ആരാ പറയണ്ട? അവള്
ഡിന്നർ. ഓക്കെ. ടേസ്റ്റി. റൈസ്. ഓക്കെ. എന്തുവാടി? പ്ലേറ്റ്. ടൊമാറ്റോ. ശിവനെ അവളാ ശ്രീദേവി പറയണ്ടേ. പച്ചമുളക്. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യണം? ഒരു റൗണ്ട് എടുപ്പാല്ലേ? ഓക്കെ. അണ്ടാവ്. പ്ലേറ്റും പറഞ്ഞ അണ്ടാവും പറഞ്ഞില്ലേ? ഫുഡ് ആയിട്ട് എന്തെങ്കിലും പറ. ഫുഡ് റിലേറ്റഡ് പറ. എടി ഇതൊക്കെ ഉണ്ടാക്കാം, അത് വേണ്ടേ? ശരി ശരി ഇരിക്കട്ടെ. ചിക്കൻ. ചിക്കൻ പറഞ്ഞടേ. ആര് പറഞ്ഞു? ഞാൻ പ്രോട്ടീനെ പറഞ്ഞോളൂ, ചിക്കൻ പറഞ്ഞില്ല. ശരി, അപ്പൊ നമുക്ക് ഇമ്പോസ്റ്ററിനെ ഗസ് ചെയ്യാം. ഓ 2 3 2 ഗസ് ചെയ്യട്ടെ. 1 2 3 ഗോ. എനിക്ക് സങ്കടം വരുന്നത്. നിനക്ക് മനസ്സിലായില്ലേ അവളാന്ന്? അല്ലടാ, അവള് പച്ചമുളകൊക്കെ പറഞ്ഞടാ. അതിന് മുന്നേ നീ എന്തൊക്കെ പറഞ്ഞല്ലോ? ലിക്വിഡ്, അത് മറ്റേ ടൊമാറ്റോ കച്ചപ്പ്. അതാന്ന് വിചാരിച്ചോ? ഫുഡ് ആയിട്ട് എന്തോ മനസ്സിലായോ? മന്തി. രക്ഷപ്പെട്ട്. അപ്പൊ നിന്നെക്കാളും 1 പോയിന്റ് കൂടുതലാ, 2 പോയിന്റ് കൂടുതലാ. 6 ആണോ 7 ആണോ? നമുക്ക് 7. 7 ആയില്ല, എനിക്ക് 5 എന്ന് തോന്നുന്നു. നിനക്ക് 5. 1. എടാ എന്താണ് നീ ഇങ്ങനെ ഇമ്പോസ്റ്റ് ആവുന്നേ? എടാ പാവടാ, എനിക്ക് സങ്കടം വന്നേട്ടാ. എനിക്ക് മനസ്സിലായിരുന്നു അവളാന്ന്. ഓക്കെ. 9th റൗണ്ട്. ഇതിലോട്ട് നോക്കി എന്തിനാ? ഓക്കെ. ആര് സ്റ്റാർട്ട് ചെയ്യുന്നു? കഴിഞ്ഞോട്ട് ആരാ സ്റ്റാർട്ട് ചെയ്ത്? ഞാനാണോ? അല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്രശ്നമില്ല. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യും. ഹെൽത്തി. ഞാൻ പറയട്ടെ. സ്പൈസി. പ്രോട്ടീൻ. ഹെൽത്തി പറഞ്ഞാണോ പ്രോട്ടീൻ കാണും. ലോ കലോറി. ലോ കലോറി. സംടൈം ബ്രേക്ക്ഫാസ്റ്റ്. ഞാനില്ലേ? ഞാനല്ലേ? ഓക്കെ ഓക്കെ. അമ്മൂട്ടൻസ് ഫേവറേറ്റ്. ചീസ്. നീയാ, ഞങ്ങളല്ല. ചീസോ? ടേസ്റ്റി. കാരമൽ. തിയേറ്റർ. സംടൈം ചീസ് ആൾസോ. ചീസ് അവൾ പറഞ്ഞു. അതിൽ സംടൈംസ് കൂടെ ചേർത്ത് പറയണ്ട. ചീസ് അവൾ ഓൾറെഡി പറഞ്ഞു. സർക്കിൾ. റൗണ്ട്. റൗണ്ട്. കഴിഞ്ഞോ അതിന് റൗണ്ട് കൂടെ പോകുന്നു. ഓക്കെ ഓക്കെ. കോൺ. കപ്പ്. കപ്പ്. കോമ്പിനേഷൻ പെപ്സി. ഇമ്പോസ്റ്റ് ഗസ് ചെയ്യാം. 1 2 നീയാ ഇങ്ങോട്ട്. നീ തന്നെ, വേറെ ആരുമല്ല. എന്തോന്ന് മനസ്സിലായോ? ലാസ്റ്റ് ഒന്നും മനസ്സിലായി കാണും. എന്തുവാ പറ. ഫുഡോ? പോപ്കോൺ. മനസ്സിലായിരുന്നു. പക്ഷെ ഇമ്പോസ്റ്റ് നീ അത് ഞങ്ങക്ക് മനസ്സിലായിരുന്നു. ഇടയ്ക്ക് എന്തോ ഒരു പൊട്ടത്തിനും പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ പോയി. പക്ഷേ എവിടെ ചീസും കാരമലും പറയുമ്പോ പോപ്കോൺ. പിന്നെ എനിക്ക് അത് പറയുമ്പോ നിന്നെ കത്തുമെന്ന് എനിക്ക് മനസ്സിലായി. വായിന്ന് പൊട്ടത്തരം വീണല്ലോ. നീ പോയില്ല. ലാസ്റ്റ് റൗണ്ട്. 10th റൗണ്ട്. അവൾ എടുത്തോണ്ട് വന്നത്. അത് എടുത്തതും താഴെ പോയി. വേണം നിനക്ക്. ശ്രീദേവി, കരിയേപ്പില. ശ്രീദേവിക്ക് പേര് വിട്ട കരിയേപ്പില. മല്ലിയില. കരിയേപ്പില മാറ്റി. വെജിറ്റബിൾസ്. റൈസ്. കാഷ്നട്ട്. ലഞ്ച്. എന്തിനായിരുന്നു മുറുകുന്ന? എഗ്. നീ അല്ല അവളോ? ഡിന്നർ. എഗ് മഞ്ഞക്കുരു. ഞാൻ പറ്റത്തില്ല. പിന്നെ എഗ് പറയുന്ന 2 കൂടെ ചേർത്ത് അതിൽ മഞ്ഞക്കുരു എന്തുവാ? ഡിന്നർ. നീ ലഞ്ച് പറഞ്ഞ അവള് ഡിന്നർ പറഞ്ഞു. ഫ്ലേവർ. സ്മെൽ ഓസം. നിനക്ക് ഫ്ലേവർ പറയാമെങ്കിൽ എനിക്കും അത് പറയാം. പക്ഷെ ഞാൻ പറയുന്നില്ല. ചിക്കൻ.
ഫേവറേറ്റ് ഒനിയൻ. ഞാൻ പച്ചമുളക്. അൺഹെൽത്തി ഒരെണ്ണോട് പോലെ മട്ടൻ. ബീഫ്. പോർക്ക്. തീരുന്നു. റെഡ്. ഓക്കെ, ഞാനിവിടെ ഇപ്പൊ തീർന്നു. ആളല്ലേ സ്റ്റാർട്ട് ചെയ്തേ. ഇമ്പോസ്റ്റർ ഓടിയാ. ഓക്കെ, 1 2 3. ബിരിയാണി അല്ലേ? നീ ഇമ്പോസ്റ്റർ. ഞാനാ? നീ എവിടെ കൂടുതൽ ചെയ്തിട്ട് വന്നിരുന്നത്? നീ എന്താ ഇവിടെ പറഞ്ഞേ? ഞാൻ എന്നെ എന്താ പറഞ്ഞേ? എനിക്ക് രണ്ടുപേരും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്നെ പറഞ്ഞു ഞാനായത്. നീ അല്ലെന്ന് എനിക്ക് എപ്പോൾ മനസ്സിലായെന്നറിയോ? നീ ഹെൽത്തി ഒക്കെ പറഞ്ഞു. എന്തോ എനിക്ക് മനസ്സിലായി നീ അല്ലെന്ന്. നീ ഇമ്പോസ്റ്റർ. ഞാൻ ഒറ്റ വട്ടം ഇമ്പോസ്റ്റർ ആയുള്ളൂ. അപ്പോൾ ഈ കളിയിൽ ജയിച്ചിരിക്കും ഞാനാ. പണിഷ്മെന്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ വേണം? വാട്ടർ ഗൺ വേണോ അതോ മഴയത്ത് ഇറങ്ങി നിൽക്കുന്നോ? മഴയത്ത് ഇറങ്ങിക്ക. അത് മതിയോ? ചുമ്മാ രണ്ടുപേരും നല്ല കണക്ക് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ പണിഷ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്കല്ലേ പണിഷ്മെന്റ്, നിങ്ങൾക്ക് രണ്ടുപേർക്കുവാ. അപ്പൊ ഗൈസ് എന്തായാലും ഒരു ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. പെട്ടെന്ന് തീർന്നു അല്ലേ? തീർന്നു പോയി അല്ലേ? പക്ഷെ സോന സമയം എടുത്ത് സത്യം. ഏറ്റവും കൂടുതൽ ഇമ്പോസ്റ്റർ ആയത് അവളാ, കുറഞ്ഞ ഇമ്പോസ്റ്റർ ആയത് ഞാൻ. കൂടുതൽ ഇന്ന് ഭയങ്കര എന്റെ ഡേ ആയിരുന്നു. ഞാൻ ഏകദേശം ജയിച്ചതിന്റെ അടുത്ത് എത്തിയിട്ടങ്ങ് പക്കളഞ്ഞു. നിന്നെ ഞാൻ തള്ളിയിട്ടിട്ട് ഓടി. സുന്ദരം മണ്ണി അമ്പുട്ടി മണ്ണി. നീ വലുതൊക്കെ എന്നാണ് നീ ഇമ്പോസ്റ്റർ ഒക്കെ കളിക്കുന്നേ? അപ്പം നല്ല പുറത്തെല്ലാം മഴയുണ്ട്, എല്ലായിടത്തൊക്കെ മഴയായിരിക്കും. അപ്പൊ എല്ലാവർക്കും തണുക്കും, ഉറങ്ങാം. ഞാൻ അമ്പോട്ടിനെ കെട്ടിപ്പിടിച്ചോണ്ട് ഉറങ്ങും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഹോബി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.